യോഗത്തിൽ പ്രാർത്ഥനാ വിഷയം എഴുതി പ്രാർത്ഥനാ വിഷയം എഴുതിയിട്ടുണ്ടോ? നിന്റെ തലമുറയുടെ വിഷയത്തിന് മറുപടി വരാൻ പോവാ. ഈ കുടുംബ ജീവിതത്തിനകത്ത് 3 മക്കളും സ്വസ്ഥതയല്ല. ഈ അപ്പച്ചനും അമ്മച്ചിയും മക്കളുടെ നന്മ കാണാൻ പോവാ. പരിശുദ്ധാത്മാവ് പറയുക, ഈ യോഗത്തിൽ പ്രാർത്ഥനാ വിഷയം എഴുതി ഒരു അപ്പച്ചൻ വന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ നിന്റെ പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി ദൈവം തരാൻ പോവാ. ഒരു പേപ്പറിനകത്ത് പ്രാർത്ഥനാ വിഷയം എഴുതിയോണ്ട് ഒരു അമ്മയും അപ്പനും കൂടി യോഗത്തിൽ വന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ ദൈവം നിനക്ക് വിടുതലയക്കാൻ പോവാ. നീ ആ പേപ്പറിനകത്ത് എഴുതിയേക്കുന്ന മക്കളുടെ വിഷയമാണ് എഴുതിയേക്കുന്നത്. നിന്റെ തലമുറയുടെ വിഷയത്തിന് മറുപടി വരാൻ പോവാ. എന്നോട് പരിശുദ്ധാത്മാവാം ദൈവം അങ്ങനെ പറയുക. ഒന്ന് കൈയടിച്ച് ആമീൻ പറയാൻ പറ്റുന്നവര് കൈയടിച്ചു ആമീൻ പറഞ്ഞ റീമാനകസേ. ഈ യോഗത്തിനകത്തെ ഭാസ്കരൻ എന്ന് പേരുള്ള ആരിപ്പുണ്ടോ? ചേട്ടാ വാ. അമ്മയുടെ പേരെന്തുവാ? പ്രാർത്ഥന വിഷയം എഴുതിയിട്ടുണ്ടോ? എഴുതിക്കൊണ്ട് വന്നവര് കൈയടിച്ചു ഒരു ആമീൻ പറഞ്ഞേ. പ്രാർത്ഥനാ വിഷയം എഴുതിക്കൊണ്ട് വന്ന പ്രാർത്ഥനാ വിഷയം എഴുതിക്കൊണ്ട് വന്ന കൈയടിച്ച് വിളിക്കാൻ പറ്റുമെങ്കിൽ യേശുവേ ഉറക്കെ ഒന്ന് വിളിച്ചേ. പരിശുദ്ധാത്മാവനോട് പറയുക, ഇവരെഴുതിയ പ്രാർത്ഥനാ വിഷയത്തിന് ഈ രാവിലെ ദൈവത്തിന്റെ മറുപടികൾ ഉണ്ടാകാൻ പോവാ. ഞാൻ 2 കാര്യം പറയട്ടെ. പിള്ളേര് 3 മക്കള് അല്ലയോ? പക്ഷേ എന്നെ നോക്കേ, കണ്ട ഏറ്റവും ഇളയ മോന്റെ പേരെന്തുവാ? അവൻ എത്ര കല്യാണം കഴിച്ചു? ശരി, ഞാൻ എണ്ണി പറയട്ടെ. 7 പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നു. ഒരു പെണ്ണും ഇപ്പൊ കൂടില്ല. 3 മക്കളുടെയും ജീവിതം ഒരു വല്ലാത്ത അവസ്ഥയാ. 3 മക്കൾക്കും സ്വസ്ഥതയില്ല. പക്ഷെ ദൈവം എന്നോട് പറയുക, ഈ ഭാസ്കരൻ ചേട്ടനും പൊന്നമ്മ ചേച്ചിക്കും ഇന്ന് രാവിലെ ദൈവം വിടുതലയക്കാൻ പോവാ. കൈയടിച്ചു വിളിക്കാമെങ്കിൽ സഭയൊന്ന് ആദരം തുറന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ യേശുവേ എന്ന് വിളിച്ചേ. സമ്പനെ ഹടപ്രബലകസിയ. ഈ സുരേഷ് ഇല്ലയോ, അവന്റെ അകത്ത് മദ്യത്തിൽ കൈവശമുണ്ട്. മുടിയാൻ കൊടുത്ത കൊടുപ്പ വസ്തു വിറ്റു അവന്. പറഞ്ഞാൻ കൂട്ടത്തില്ല. ശരി, പിന്നെ ആ മോൻ ആ വസ്തു എല്ലാം വിറ്റു. പെണ്ണുങ്ങൾ കൊണ്ടുപോയതാ, കുഴപ്പമില്ല. അവന് മാത്രമല്ല പ്രശ്നം, ബാക്കി മക്കൾക്കെല്ലാം പ്രശ്നമുണ്ട്. ഈ കുടുംബജീവിതത്തിനകത്ത് 3 മക്കളും സ്വസ്ഥതയല്ല. പെൺകുട്ടി ഉൾപ്പെടെ ഇന്ന് രാവിലെ യേശു എന്നോട് പറയുക, എല്ലാം ഇന്ന് രാവിലെ തിരിയാൻ തുടങ്ങുക. ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകാൻ പോവാ. ഇതെല്ലാം ഈ പേപ്പറിനകത്ത് എഴുതിയിട്ടുണ്ടവര്. ഈ പേപ്പറിനകത്ത് ഇതെല്ലാം എഴുതിക്കൊണ്ട ഇന്ന് രാവിലെ ഇവര് വീട്ടിൽ നിന്ന് എഴുതിക്കൊണ്ട് വന്ന ഇവരെഴുതുമ്പോ ഇവരുടെ കൂടെ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ നമ്മളെ അറിയുന്ന ഒരു ദൈവ ഈ സുരേഷ് തിരിയും. സുരേഷ് മാറും, മക്കളും 3 പേരും മാറും. ഒരു മോൻ വൈദേശിക രാജ്യത്തുണ്ട്, കമൽകുമാർ. അവന്റെ ഭാര്യ അവനും തമ്മിൽ അത്ര സ്വസ്ഥതയല്ല. ഭാര്യ ശരിയല്ല. ഭാര്യയ്ക്ക് വസ്തു മതി, ഭാര്യയ്ക്ക് സ്വത്ത് മതി, ഭാര്യയ്ക്കും കൊച്ചിനും സ്വത്ത് മാത്രം മതി. ഈ കമലിന് ഭയങ്കര സങ്കടമാ മനസ്സിലാ. നിങ്ങൾ കേൾക്കുന്നോ? ഇതാ ഈ അമ്മച്ചി പറയുന്നേ. അമ്മച്ചിക്ക് എത്ര വയസ്സായി? 82 വയസ്സ്. അമ്മച്ചിന് എത്ര വയസ്സുണ്ട്? 88 വയസ്സുണ്ട്. ചാവാതിരിക്കുന്ന എന്തുവെന്നറിയാ? മക്കളുടെ നന്മ കാണാൻ വേണ്ടിയാ. എന്നോട് യേശു പറയുക,
ഈ അപ്പച്ചനും അമ്മച്ചിയും മക്കളുടെ നന്മ കാണാൻ പോവാ. വിളിക്കാവുന്ന എല്ലാ ദൈവമക്കളും ഒന്ന് വിളിച്ചേ. ഇവർ ഉള്ളുരുകി പ്രാർത്ഥിച്ച ഇന്ന് രാവിലെ ഈ യോഗത്തിന് വന്നിട്ടുള്ളത്. എല്ലാരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന ആളുകള് എല്ലാരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് അസ്തമന ഘടക സന്തരാധന യേശുവേ എന്നൊന്ന് വിളിക്കാവുന്ന ആളുകള് യേശുവേ എന്നൊന്ന് വിളിച്ച് ഇവർക്ക് നേരെ കരമൊന്ന് നീട്ടിപ്പിടിച്ച് ഇവരുടെ മക്കളും 3 പേരും ഇന്ന് രാവിലെ മാറട്ടെ. അസ്തമൽ പ്രവനിയാതെ വൈഡപ്രമാന ഹസ്തം പ്രവർക്കമനഗസിയ ആദരം തുറക്കാവുന്ന എല്ലാവരും കൂടെ ആദരം ഒന്ന് തുറന്ന് തളർന്നു വീഴാതെ എന്നെ താങ്ങിയ ഭുജമേ എന്നേരെ വന്നതാ വാക്കിൻ നമ്പിനാ തളർന്നു വീഴാതെ എന്നെ താങ്ങിയ ഭുജബലമേ ഇനിയുള്ള ആണ്ടിലും എന്നും നടത്തിയ ഭുജബലത്താ ഇനി